ഇനി വിദേശത്തുള്ളവർക്കും അതായത് പ്രവാസികൾക്കും നിങ്ങളുടെ NRI NRO അക്കൗണ്ടിലൂടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള UPI ഇടപാടുകൾ നടത്താൻ പറ്റുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു സുരേഷം ചാനൽ. പല പ്രവാസികളും ഇന്ത്യയിൽ SBI അക്കൗണ്ട് ഉള്ളതിനാലും ഇന്ത്യൻ മൊബൈൽ നമ്പർ ഉള്ളതിനാലുമാണ് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ളവ ഉപയോഗിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇന്ത്യൻ നമ്പർ ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ NRI NRO അക്കൗണ്ടിലൂടെ ഗൂഗിൾ പേ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഈയിടെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മൊബൈൽ നമ്പർ ഇല്ലാതെ തന്നെ ഇപ്പോൾ UPI ഇടപാടുകൾ നടത്താൻ പ്രവാസിക്ക് കഴിയുന്നതാണ്. NRI NRO അക്കൗണ്ട് ഉള്ളവർക്ക് വിദേശ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെ UPI ഇടപാടുകൾ നടത്താൻ പറ്റും. ഈ കാണുന്ന രാജ്യങ്ങളിൽ പ്രവാസികളായിട്ടുള്ളവർക്കാണ് പറ്റുക. 12ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഇനി പറയുന്ന 3 കാര്യങ്ങൾ വേണം കേട്ടോ. 1. ഒരു ഇന്ത്യൻ ബാങ്കിൽ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഉണ്ടായിരിക്കണം. 2. ഈ പറയുന്ന രാജ്യങ്ങളിലെ കോഡോട് കൂടിയ ISD നമ്പർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് UAEയിലെ +971 എന്ന് തുടങ്ങുന്ന കോഡുള്ള മൊബൈൽ നമ്പർ. 3. നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ഇന്ത്യൻ ബാങ്ക് UPIയുമായിട്ട് വിദേശ നമ്പർ ഓൺബോർഡിംഗ് പിന്തുണയ്ക്കുന്നതായിരിക്കണം. ആക്സിസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങി 12ഓളം ബാങ്കുകൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ ആ രാജ്യത്തെ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് UPI ആപ്പും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ രാജ്യത്തെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് OTP വരും. അത് വെച്ചിട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ ഉപയോഗിക്കാൻ പറ്റും. ഈ കാണുന്ന രാജ്യങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അറിയാലോ, NRO അക്കൗണ്ട് ആണെങ്കിൽ ടാക്സ് വരും, NRI അക്കൗണ്ട് ആണെങ്കിൽ ടാക്സ് വരില്ല. എന്ത് തന്നെയായാലും നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് നിർബന്ധമായിട്ടും ബന്ധിപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബാങ്കിൽ ഈ സൗകര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുക. എന്നിട്ട് UPI ആക്ടിവേറ്റ് ചെയ്യുക. ആവശ്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, നിങ്ങൾക്ക് ഈ വിഷയം പ്രയോജനകരമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.